നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്. കാരണം ഷാഫി എന്തിനു വടകരയിലേക്ക് പോയി എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ വടകരയിൽ പോയതുകൊണ്ട് പാലക്കാട് BJPക്ക് പോയി എന്ന ഒരു ആഖ്യാനത്തിലേക്ക് എത്തിക്കാൻ CPM ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പലതവണ നേരത്തെ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. അതുകൊണ്ട് BJPക്ക് എതിരായ വലിയ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു കേട്ടുമില്ല. മാത്രമല്ല മറിച്ച് ഒരേ രൂപത്തിലുള്ള ആരോപണങ്ങൾ CPMൻ്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്യുന്നു. SDPI വിഷയത്തിലടക്കം നടത്തിയ പ്രതികരണങ്ങളിൽ ഒരു സാമ്യം രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ശ്രീധരൻ മത്സരിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പായിരുന്നു ഏറ്റവും നെഞ്ചിടിപ്പേറ്റിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ ബലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്, ആ സ്ഥാനാർത്ഥിയുടെ ഇമേജുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന വിജയത്തിന് ശേഷമുള്ള BJP അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിലൊരു ആത്മവിശ്വാസം അവർക്ക് കൂടുതൽ കൂടിയിട്ടുണ്ട്. അതേ തന്ത്രങ്ങൾ ഇവിടെയും പ്രയോഗിക്കുന്നുണ്ട്. അതിലപ്പുറം ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി തീവ്രമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് ഭൂരിപക്ഷ വോട്ട് പൂർണ്ണമായും BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP അവിടെ നടത്തുന്നു. അതിന് സഹായമാകുന്ന കാര്യങ്ങളാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അടുത്താണ് CPM സംശയത്തിന് നിഴലാകുന്നത്. ഇപ്പോൾ ഈ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങൾ എന്നുള്ള ഒരു സ്ഥാനം, ആ സ്ഥാനത്തെയാണ് എല്ലാവരും ആദരിക്കുന്നത്. പല വിഷയങ്ങളും അവരെടുക്കുന്ന നിലപാടുകൾ, പല വിഷയങ്ങളും പരിഹരിക്കാൻ എടുത്തിരുന്ന നിലപാടുകൾ, അതിന് എടുത്തിരുന്ന മുൻകൈ ഒക്കെയാണ് പാണക്കാട് തങ്ങൾമാരെ ആ രൂപത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തികളായി മാറ്റിയിരുന്നത്. അപ്പോൾ അവർക്ക് വിശ്വാസപരമായി അവർ വേറൊരു സ്ഥാനം തന്നെ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ലീഗുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ തങ്ങൾ പഴയ തങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ആ പരാമർശത്തിലേക്കൊക്കെ വരുന്നത് സമസ്തയിലുണ്ടായിരിക്കുന്ന ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ആ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന വ്യക്തി, സന്ദീപ് വാര്യർ എത്ര പ്രധാനപ്പെട്ട നേതാവാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചറിയാം. ചർച്ചകളിൽ വന്നിരിക്കുന്ന ഒരു നേതാവ് എന്നതിനപ്പുറം BJP ഒരു നഷ്ടമായി കാണുന്നില്ല എന്ന് പറയുന്നിടത്ത് സന്ദീപ് വരട്ടെ എന്നൊരു ഘട്ടത്തിൽ CPM പറഞ്ഞിരുന്നു. സന്ദീപ് മാറി വരികയാണെങ്കിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്ന സന്ദീപുമായിട്ട് പിന്നീട് ചർച്ചകൾ എന്തുകൊണ്ടോ നടന്നില്ല. അപ്പുറത്ത് വളരെ രഹസ്യമായി കോൺഗ്രസ് ചർച്ചകൾ നടത്തുകയും സന്ദീപിനെ കൊണ്ടുപോവുകയും ചെയ്തു. സന്ദീപിനെ ഒരു വലിയ രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സന്ദീപിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള BJP ക്യാമ്പിനകത്തുനിന്നും ഒരാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അത് അയാളുടെ ക്വാളിറ്റി എന്നതിനപ്പുറം അതിലൊരു രാഷ്ട്രീയ നേട്ടം അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയം, ആ പേര് പോലും പറയാതെ ആ വിഷയം ഊന്നിക്കൊണ്ടാണ് പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നതിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ BJP ഇന്നതിൻ്റെ ചർച്ചയിലെ BJP പ്രതിനിധി പറയുന്നു, എന്തിനാണ് മറ്റ് UDFിലെ മറ്റ് കക്ഷികളെ ഒന്നും കാണാൻ പോകാതെ എന്തിന് പാണക്കാട് തങ്ങളെ കാണാൻ പോകണം? കോൺഗ്രസിൽ ചേരണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുമതി വേണമെന്ന് ചോദിക്കുന്നതിൽ ഒരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചനയും ഇപ്പുറത്തെ SDPയുടെ ഘടകകക്ഷിയെ പോലെ മാറിയിരിക്കുന്നു ലീഗ് എന്ന് പറയുന്നതിനകത്തൊരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചന എന്തിനാണ്? SDPI തീവ്ര നിലപാടുള്ള സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആ PFI നിരോധിക്കപ്പെട്ട സംഘടനയാണ്, അതിൻ്റെ രാഷ്ട്രീയ സംഘടന SDPI. ആ SDPI ഇപ്പോൾ SDPയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ വലിയ രൂപത്തിൽ എന്താ പറയുക കേസ് എടുക്കാവുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കേസ് എടുത്തു പോയും നിരോധിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. SDPI ഇവിടെ ഇപ്പോൾ നിലവിൽ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ്. അവർക്കൊരു രാഷ്ട്രീയ നിലപാടെടുക്കാം, ഏത് സംഘടനയും എന്ന പോലെ, ഏത് തീവ്ര നിലപാടുള്ള സംഘടന എന്ന പോലെ. RSSനൊരു നിലപാട് ഉള്ളതുപോലെ തന്നെ SDPക്ക് ഒരു നിലപാടുണ്ട്. അപ്പോൾ അവരൊരു നിലപാടെടുക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് UDFനെ പിന്തുണയ്ക്കുക എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നു. അവരത് പ്രഖ്യാപിക്കുമ്പോൾ തീവ്ര നിലപാടുള്ളവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ SDPയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അവിടെ നിന്ന് കിട്ടുന്ന വോട്ട് കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷേ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന രൂപത്തിലും SDPക്ക് ഉള്ളതിലും വലിയൊരു വലിപ്പം ഉണ്ടാക്കിക്കൊണ്ടും ഇവിടെ CPMഉം BJPയും പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. CPMനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായി CPM പ്രഖ്യാപിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മതരാഷ്ട്രം വേണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗ്രഹം, ആവശ്യം എന്ന് പറയുന്നു. അത് അന്നും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവരൊരു പ്രത്യേക ഒരു പ്രവർത്തനമൊന്നും ഇവിടെ രാജ്യത്ത് നടത്തിയ നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. അപ്പോൾ അതുകൊണ്ട് ആ പിന്തുണ സ്വീകരിച്ചിരുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ അങ്ങ് തള്ളിപ്പറയുകയാണ്. ലീഗുമായി ബന്ധപ്പെട്ട് നമ്മളതാണ് കാണുന്നത്. SDPI എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മുഴുവൻ SDPക്ക് കീഴിലാണ് അല്ലെങ്കിൽ SDPയുമായി ബന്ധപ്പെട്ടാണോ ഈ ന്യൂനപക്ഷം മുഴുവൻ നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നുള്ളത് അവർക്ക് മറ്റു ചില തന്ത്രങ്ങൾ അവിടെയുണ്ട് എന്നത് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതും പ്രധാനമാണ്. അവിടെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ
തെരഞ്ഞെടുപ്പുകളുടെ ഏകീകരണം ഉണ്ടാകുമോ? അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് പുറമേക്ക് ഈ ട്രോളി വിവാദത്തിന് ശേഷം എല്ലാ നേതാക്കളും ഒരുമിച്ചാകുന്നതും ഒരുമിച്ച് പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ഇടയ്ക്കുള്ള കെ മുരളീധരൻ്റെ പ്രതികരണം ഒഴിച്ച് അങ്ങനെയുള്ള പരസ്യ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അറിയില്ല അതിനകത്ത് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പുറത്തു വന്ന ആ കത്തുണ്ടല്ലോ, ആ കത്തിൻ്റെ തുടർച്ചയായിരിക്കും അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന അല്ലെങ്കിൽ വലിയ രൂപത്തിൽ നേതൃമാറ്റം വരുത്തുന്ന 2026 തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. CPM-ലായാലും കോൺഗ്രസിലായാലും BJP-യിലായാലും തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ അതിനകത്തെ അന്തർസംഘർഷങ്ങളുടെ വാർത്തകളുടെ ദിവസങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ. അതാരാണോ ജയിക്കുന്നത് ആരാണോ തോൽക്കുന്നത് അനുസരിച്ചിരിക്കും ആ കാര്യങ്ങൾ. അപ്പോൾ ആ രൂപത്തിൽ നെഞ്ചെടുപ്പേറ്റുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുലിന് അനുകൂലമായ മറ്റ് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് രാഹുലാണ് ഏറ്റവും വലിയ പ്രതിയോഗി എന്നുള്ളതുകൊണ്ടാണ് ഇരു കൂട്ടരും രാഹുലിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് പോലും കടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സരിൻ തുടക്കത്തിൽ സരിനോ എന്ന ചോദ്യത്തിൽ നിന്നും സരിൻ എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സരിന് ആ പ്രചാരണത്തിലുടനീളം അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയേക്കാൾ ഒരു പേരായി അവതരിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 1000 വോട്ടെങ്കിലും കൂട്ടാനായിട്ടില്ലെങ്കിൽ അവിടെയും ചോദ്യം ചെയ്യപ്പെടും CPM എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ നെഞ്ചെടുപ്പേറുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് 9ാമത്തെ തവണ കൃഷ്ണകുമാറിനെ പരീക്ഷിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ എന്ന ചോദ്യം പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കൃഷ്ണകുമാർ വിജയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ കെ സുരേന്ദ്രനെ സംബന്ധിച്ചും കെ സുരേന്ദ്രൻ്റെ തീരുമാനങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന ചോദ്യം സുരേന്ദ്രൻ നേരെയും വരും. സുരേന്ദ്രൻ്റെ ഇപ്പോൾ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, പാലക്കാട് വിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികളെ സംബന്ധിച്ചും നെഞ്ചിടിപ്പേറുന്ന തെരഞ്ഞെടുപ്പാണ്. അതിതീവ്രമായ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരിക്കലും പറഞ്ഞുകൂടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരെ പോയിട്ടുള്ള പ്രചാരണ വിഷയങ്ങളിലേക്ക് പോലും കടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളത്. Meet the editors.